ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പം അർമേനിയയിലെ സെക്കൻഡ് ഡേയുടെ വീഡിയോസാട്ടോ. ഇതിപ്പോൾ രാവിലെ എഴുന്നേറ്റ് അവിടെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഹോട്ടലിൽ നിന്ന് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അവിടെ നിന്ന് തന്നെ ഭക്ഷണം കഴിച്ച് ഒരു 10 മണിയോട് കൂടിയിട്ട് പുറപ്പെടാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നതായിരുന്നു. കൂടുതലും ഇങ്ങനെ ഈ സിറിയൽസും കോൾക്കട്ട്സും അതുപോലത്തെ സാൻഡ്വിച്ച് ആക്കാനുള്ള ഓരോ ബ്രെഡും അതിൻ്റെ കുറേ സംഭവങ്ങളൊക്കെ ആയിരുന്നു അവിടെ മെയിനായിട്ടും ഉണ്ടായിരുന്നത്. അല്ലാതെ ഇവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ബ്രെഡ് മാത്രം ഉണ്ടായിരുന്നു. ബാക്കിയെല്ലാം ഇങ്ങനെ സാധാരണ എല്ലാ ബ്രേക്ക്ഫാസ്റ്റിലും നമ്മൾ സാധാരണ ഹോട്ടൽസിൽ കാണൂലേ, അതുപോലത്തെ കുറച്ച് ഐറ്റംസ് ആയിരുന്നു. പിന്നെ സോസേജ് ഒക്കെ ഇവിടെ വെച്ചിരിക്കുന്ന പോർക്കിൻ്റെ ആയിരുന്നു. ഈ നാട്ടിൽ കുറച്ച് പോർക്കിൻ്റെ ഫുഡ് ഇവർ കൂടുതൽ കഴിക്കുന്നുണ്ട്. പിന്നെ അതുകൂടാണ്ട് കുറച്ച് ജ്യൂസസ് ഉണ്ടായിരുന്നു, പാല് വെച്ചിട്ടുണ്ട്, പിന്നെ അല്ലാണ്ട് കോഫി ഉണ്ടായിരുന്നു. അതുകൂടാണ്ട് ടീ എന്ന് പറഞ്ഞാൽ ടീ ബാഗ്, അല്ലാണ്ട് നമ്മളുടെ നാട്ടിലെ പോലെ മിൽക്ക് ടീയോ മിൽക്ക് കോഫിയോ അങ്ങനത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ പിന്നെ അടുത്ത സ്ഥലത്തേക്ക് പോയി. നമ്മളിപ്പോൾ ആദ്യം പോകുന്നത് ഇവിടുത്തെ ഒരു ഫസ്റ്റ് സെഞ്ച്വറിയിൽ ഉണ്ടായിരുന്ന ഒരു പെഗൻ ടെമ്പിളിലേക്കാണ്. ഫസ്റ്റ് ക്രിസ്ത്യൻസ് ആവുന്നതിന് മുന്നേ അർമേനിയക്കാരെല്ലാം പെഗൻ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരായിരുന്നു. അതായിരുന്നു അവരുടെ മതം. അവിടുന്ന് ആണ് അവർ തിരിച്ച് ക്രിസ്ത്യാനിറ്റിയിലേക്ക് വന്നത്. അപ്പം ആ കാലത്തുള്ള പെഗൻ ടെമ്പിളിലേക്കാണ് ഇന്ന് പോകുന്നത്. പിന്നെ ഈ ഒരു സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞാൽ അർമേനിയ മൊത്തമായിട്ട് ഒരു 10 പ്രൊവിൻസീസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഏറ്റവും സെൻറ്ററിലുള്ളതാണ് ഈ കൊത്തായിക് പ്രൊവിൻസീസ് എന്ന് പറയുന്നത്. ഇത് വേറൊരു രാജ്യവുമായിട്ട് അതിർത്തി പങ്കിടാത്തൊരു പ്രൊവിൻസിയാണ്. പിന്നെ നമുക്കിവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കുറേ കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങൾ കാണാൻ പറ്റും. ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ പണ്ട് ഇവിടെ ഉണ്ടായിരുന്ന ആ ഒരു ബിൽഡിംഗ്, ആ ഒരു വലിയ കോട്ടയുണ്ടായിരുന്നു, അത് ഒരു എർത്ത്ക്വേക്കിൽ നശിച്ചു പോയി. അതിനുശേഷം അവരതിൻ്റെ ഒറിജിനൽ ആയിട്ടുള്ള സ്റ്റോൺസും കാര്യങ്ങളൊക്കെ പെറുക്കിയെടുത്ത് വെച്ചിട്ടാണ് ഇപ്പോൾ ഉള്ള രീതിയിൽ ഇപ്പോൾ ഉള്ള ടെമ്പിളിന് അവർ ഒന്നുകൂടെ പണിതെടുത്തത്. അപ്പം അതിൻ്റെ കുറേ ബാലൻസ് വന്ന കല്ലുകൾ, കുറേ കല്ലുകളൊന്നും ഇവർക്ക് എവിടെ എങ്ങനെയാണ് വെക്കേണ്ടതെന്നൊന്നും അറിയില്ല. അപ്പോൾ അങ്ങനത്തെ ആ കല്ലുകളൊക്കെ പെറുക്കി ഇവർ ഈ പോകുന്ന 2 സൈഡിലും നമുക്ക് കാണാൻ പറ്റും. ഇവരിങ്ങനെ കുറേ പഴയ സംഭവങ്ങൾ വെച്ചിട്ടുണ്ട്. പിന്നെ ഗാർണിക് ടെമ്പിളിലേക്ക് പോകുന്ന വഴിക്കാണ് നമുക്ക് ഇങ്ങനെ ഒരു സ്റ്റോൺ കാണാൻ പറ്റും. ഈ ഒരു സ്റ്റോണിൻ്റെ പ്രത്യേകത എന്നാന്ന് വെച്ചാൽ ആ ഒരു ഗാർണിക് ടെമ്പിൾ എപ്പോൾ ഉണ്ടാക്കി, എന്താണ് അതിൻ്റെ ഡീറ്റെയിൽ എന്നുള്ളത് അന്നത്തെ കാലത്ത് ഇത് കണ്ടുപിടിച്ച ഒരാൾ അത് കല്ലിൽ കൊത്തി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഗാർണിക് ടെമ്പിളിൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് എന്നൊക്കെയാണ് ഇവർ ഈ കല്ലിനെ വിശേഷിപ്പിക്കുന്നത്. പിന്നെ ഇവിടെ എഴുതിയിരിക്കുന്ന ഗ്രീക്ക് ലാംഗ്വേജിലാണ്. കാരണം അന്നത്തെ കാലത്ത് ഗ്രീക്ക് ആയിരുന്നു കോമൺ ആയിട്ട് യൂസ് ചെയ്തിരുന്ന ലാംഗ്വേജ്. പിന്നെ അതിൽ എന്താ എഴുതിയിരിക്കുന്നത് എന്നുള്ള അവർ നമുക്ക് എക്സ്പ്ലെയിൻ ആക്കി തരുന്നുണ്ട്. ഞാനത് അവരുടെ വോയിസിൽ തന്നെ കേൾപ്പിക്കാവേ. Helios, the king of Armenia, Tiridates I, built this temple and called it Garnik. And said the dates, the 1st century AD. Here what is written here. പിന്നെ നോക്കുവാണെങ്കിൽ ഈ സ്റ്റോൺസിൻ്റെ ഒക്കെ മേലെ ഇവരൊരു ക്രോസ് സൈൻ ഇട്ടിട്ടുണ്ട്. അത് മെയിൻ റീസൺ അർമേനിയൻസ് എല്ലാവരും ഫുൾ ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പം അതിന് വേണ്ടിയിട്ടും കൂടെയാണ് അവർ ആ സ്റ്റോൺസിന് മേലെ ആ ഒരു ക്രോസ് സൈനും കൂടെ ചേർത്തിരിക്കുന്നത്. ഈ സൈഡിൽ കൂടെ കാണുന്ന കല്ലുകളാണ് ഇവർക്ക് ബിൽഡിങ്ങിൻ്റെ അവശിഷ്ടങ്ങളിൽ നിന്ന് കിട്ടിയ കല്ലുകൾ കേട്ടോ. ഇതാണ് അവരുടെ മെയിനായിട്ടുള്ള പെഗൻ ടെമ്പിൾ. ഈ ഒരു ടെമ്പിൾ മെയിനായിട്ടും സൂര്യനെ ആരാധിക്കുന്ന അതായിരുന്നു അവരുടെ മെയിനായിട്ടുള്ള പെഗൻസിൻ്റെ ദൈവം. അപ്പം ആ ഒരു ദൈവത്തിൻ്റെ പേര് മെഹർ എന്നായിരുന്നു. പിന്നെ ഇവിടെ മെയിനായിട്ടും ഉള്ളത്, ഇത് ശരിക്കും ക്രിസ്ത്യൻസ് ആവുന്നതിന് മുമ്പുള്ള പെഗൻസിൻ്റെ ടെമ്പിളാണ്. അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ ഒരു ടെമ്പിൾ ഒരു ക്രിസ്ത്യൻ ചർച്ച് വന്നായിരുന്നു, അതിൻ്റെ അവശിഷ്ടമായത്. ഇത് ശരിക്കും ഇവിടെ ഒരു എർത്ത്ക്വേക്ക് വന്നെന്ന് പറഞ്ഞില്ലേ, ആ സമയത്ത് ഇതെല്ലാം നശിച്ചു പോയതാണ്. അതുകൂടാണ്ട് ഇതിൻ്റെ അവശിഷ്ടങ്ങൾ, കല്ലുകളും കാര്യങ്ങളൊക്കെ ഇവർക്ക് ഒരുപാട് ഇത് ഡിഗ് ചെയ്ത് ഇതിൻ്റെ അടിയിൽ നിന്നൊക്കെ കിട്ടി. ആ കിട്ടിയ സെയിം കല്ല് വെച്ചിട്ട് തന്നെയാണ് ഇവർ ഈ ബിൽഡിങ് പിന്നീട് റിനോവേറ്റ് ചെയ്തത്. നമുക്കിവിടെ ഈ ഒരു വോളിൽ നോക്കിയാൽ തന്നെ കാണാം കുറേ കല്ലുകൾ ഒരു പഴമ പോലത്തെ ഇങ്ങനെ അധികം പോളിഷ് ചെയ്യാത്ത കല്ലുകളും കുറേ പോളിഷ് ചെയ്ത കല്ലുകളും കാണാം. അതിനകത്ത് ആ പോളിഷ് ചെയ്യാത്ത കല്ലുകളൊക്കെ അത് പഴയ ആ ഒരു 1st സെഞ്ച്വറിയിൽ ഉണ്ടായിരുന്ന ആ ഒരു
ടെമ്പിളിൻ്റെ ഒറിജിനൽ സ്റ്റോൺസ് തന്നെയാണ്. അതേസമയം ഇതിൽ ആ പോളിഷ് ചെയ്ത പോലെ നമുക്ക് കാണുന്ന സ്റ്റോൺസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ പുതിയതായിട്ട് അവർ ആഡ് ചെയ്തത്. അപ്പം അവിടെ ആഡ് ചെയ്തപ്പോഴത്തേക്കും ഇവർക്ക് പഴയ കുറേ കല്ലുകൾ ഇതിൻ്റെ അകത്തോട്ട് ചേർക്കാൻ പറ്റിയില്ല. അതിൻ്റെ മെയിൻ റീസൺ അവർക്ക് ആ കല്ലുകളൊക്കെ എവിടെ വെക്കണം എന്നുള്ളത് കറക്റ്റായിട്ട് അറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് ആ കല്ലുകൾ ബാലൻസ് വന്നതും അത് നമ്മളാ വന്ന വഴിക്ക് 2 സൈഡിലുമായിട്ട് അവരിതിങ്ങനെ വെച്ചിരിക്കുന്നത്. അതുകൂടാണ്ട് ഇവർക്ക് ഈ ഒരു കല്ലുകളൊക്കെ ഡിഗ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ അവർ 20 വർഷം എടുത്തു എന്നാണ് പറഞ്ഞത്, അതൊന്ന് ക്ലിയറാക്കി കിട്ടാൻ വേണ്ടിയിട്ട്. അതും കൂടാണ്ട് അത് റീകൺസ്ട്രക്റ്റ് ചെയ്ത് അതേ രീതിയിലേക്ക് വരുത്താൻ പിന്നീട് അവരൊരു 300 വർഷം വേറെ എടുത്തു. അങ്ങനെ ആക്കി പഴയ പോലെ തന്നെ കൺസ്ട്രക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ബിൽഡിങ്ങാണിത്. പിന്നെ അതുകൂടാതെ ഇതാണ് അതിൻ്റെ ഉള്ളിലെ അൾത്താറ്. ഈ അൾത്താരയുടെ അവിടെ മുകളിൽ കാണുന്നത് അവർ ലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന ഒരു ഹോളാണ്. അതുകൂടാണ്ട് ഇപ്പോൾ ആ സമയത്ത് മഴയുണ്ട്, അതുകൊണ്ട് ആ മഴ അതിൻ്റെ അകത്തുകൂടെ ഈ ഒരു സ്ഥലത്തേക്ക് വീഴുന്നത്. പിന്നെ ഈ ഒരു അൾത്താറിൽ ഇവരെ മെയിനായിട്ടും ആ ഒരു മെഹർ എന്ന് പറയുന്ന ആ ഒരു ദൈവത്തിൻ്റെ സ്റ്റോണും കാര്യങ്ങളൊക്കെ ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട്. കൂടാണ്ട് ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ചുറ്റുമായിട്ട് 24 തൂണുകളാണ് ഉള്ളത്. അത് 24 അവേഴ്സിനെയാണ് സൂചിപ്പിക്കുന്നത്. കാരണം ഇത് സൂര്യൻ 24 മണിക്കൂർ എടുക്കുമല്ലോ റൊട്ടേറ്റ് ചെയ്ത് വരാൻ, അത് കൂടാണ്ട് ഇതിൻ്റെ സ്റ്റെപ്സ് നോക്കുവാണെങ്കിൽ നല്ല ഹൈറ്റാണ്. അത് മെയിൻ റീസൺ എന്നാന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു ടെമ്പിളിലേക്ക് കയറുമ്പോഴത്തേക്കും അത് നമ്മൾ തല കുനിഞ്ഞ് മാത്രം, കാരണം അത്രയും ഹൈറ്റിലേക്ക് നമുക്ക് കയറണമെങ്കിൽ തല സ്ട്രെയിറ്റ് വെച്ചിട്ട് കയറാൻ പറ്റത്തില്ലല്ലോ, അതിന് വേണ്ടിയിട്ടാണ് അവർ അത്ര ഹൈറ്റിൽ ആ സ്റ്റെപ്സ് വെച്ചിരിക്കുന്നത്. കൂടാതെ ഇതൊക്കെ അവിടെ ഓരോരോ ലാംഗ്വേജിൽ ഇങ്ങനെ കാർവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത്രയും പല നാടുകളിൽ നിന്നുള്ള ആൾക്കാർ വന്നു പോയതൊക്കെ കാണിക്കുന്നതാണ് ഈ ഒരു ചിത്രപ്പണിയും കാര്യങ്ങളൊക്കെ. അതിനകത്ത് അറബിയിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ സോവിയറ്റ് യൂണിയൻ്റെ കാലത്തുള്ള ഈ ഒരു പെഗൻ ടെമ്പിൾ ഇപ്പോഴും നിലനിൽക്കാൻ കാരണം ഇത് ശരിക്കും അന്നത്തെ ഒരു രാജ്ഞി അവരുടെ സമ്മർ റെസിഡൻസ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോഴും ഉള്ളത്. ബാക്കി എല്ലാ പെഗൻ ടെമ്പിൾസും നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് താഴെയായിട്ട് ഈ ഒരു റിവർ പോകുന്നത്. ഇതിൻ്റെ പേര് ആസാദി റിവർ എന്നാണ്. പിന്നെ അതുകൂടാണ്ട് ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ സ്റ്റോൺസിൽ കണ്ടോ ഈ ഒരു മാർക്ക്, ഇത് സിംഫണി ഓഫ് സ്റ്റോൺസ് എന്ന് ഇവർ പറയുന്നത്. അതിന് നാച്ചുറലായിട്ട് തന്നെ അങ്ങനെ അതിൽ ഉണ്ടായി വന്നിട്ടുള്ളതാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് വേറെ ഒരു ഉള്ളത് പഴയ റോമൻസ് യൂസ് ചെയ്തിരുന്ന ഒരു ബാത്തിങ് സ്റ്റേഷനാണ്. ഇവിടെ ശരിക്കും ഒരു 3 സെക്ഷനായിട്ടുള്ളൊരു റൂമാണിത്. ആ ഒരു റൂമിൽ പല ടെമ്പറേച്ചറിലുള്ള വെള്ളമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അത് ഒരു സൈഡിൽ തീയിടും, എന്നിട്ട് ഇതിൻ്റെ അടിയിലൂടെ ആ ഒരു തീയുടെ ചൂടുണ്ടല്ലോ, അത് ഈ താഴെ ഓരോരോ തൂണ് പോലെ ഓരോ സ്റ്റോൺസ് കാണുന്നില്ലേ, ആ സ്റ്റോൺസിലൂടെ ചൂട് വന്ന് മുകളിലേക്ക് തട്ടി ആ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ ക്രമീകരിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ അടുത്ത് തന്നെയായിട്ട് അവർ ഫസ്റ്റ് ഡ്രസ്സിങ് സ്റ്റേഷൻ പോലെ, അതായത് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സ്റ്റേഷനുണ്ട്. അതിൻ്റെ താഴെ ടൈൽസും ആ ടൈൽസിൽ യൂസ് ചെയ്തിരിക്കുന്നതൊക്കെ നാച്ചുറൽ സ്റ്റോൺസ് എന്ന് പറഞ്ഞത്. ഇതെല്ലാം ഒരു വീഡിയോ ആയിട്ട് തന്നെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. This is for cleansing and healing the body, as well as holding meetings, political discussions, and performing rituals. Built in the 3rd century, this royal bath consists of 5 rooms in consecutive order. The structure of the bath is the duplication of hypocaust system common to ancient Rome, curated with water supply, heating, and drainage. The first room is the antechamber dressing room, a poditerium, followed by the cold water room, frigidarium, the warm water room, tepidarium, the hot water swimming room, caldarium, and eventually the steam room, sudatorium. The fire heated the water in the boilers above the furnace, and through the brick pillars the emitted heat and smoke flowed under the basin with hot water, then in reduced heat under the basin with warm water, eventually in its lowest heat reaching under the floor of the basin with cold water. Both the brick pillars backing the floor and 2 layers of large slabs of fire brick tiles placed on the pillars sustained the heat for quite a long time, evenly heating the bathing rooms. The smoke also heated the walls before escaping through the roof.
It's of special importance to draw attention to the one-of-a-kind mosaic. പിന്നീട് അവിടെ നിന്ന് പോയത് നേരെ ഗഗാഡ് മൊനാസ്ട്രീസിലേക്കാണ്. ഇത് 4th സെഞ്ച്വറിയിലുള്ള മൊനാസ്ട്രിയാണ്. യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള മൊനാസ്ട്രിയാണിത്. പോകുന്ന വഴിക്ക് തന്നെ അവരുടെ ഒരു ട്രഡീഷണൽ മ്യൂസിക് വായിക്കുന്ന കുറച്ച് പേരിപ്പുണ്ടായിരുന്നു. ആ മൊനാസ്ട്രീസിലേക്ക് കയറി പോകുന്ന വഴിക്ക് തന്നെ ഇതുപോലെ കുറേ ക്രോസ് സ്റ്റോൺസ് നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ അർമേനിയയിൽ അവർ പറയുന്ന പേരാണ് കാഷ്കാസ്. ഇതവർ ക്രിസ്ത്യൻസ് ആയതുകൊണ്ടാണുള്ള മൊനാസ്ട്രീസിലും ചേർച്ചസിലൊക്കെ നമുക്കിതുപോലെ ഇഷ്ടംപോലെ കാഷ്കാസ് കാണാൻ പറ്റും. അതുകൂടാണ്ട് ഈ ഓരോ കാഷ്കാസും ഒന്നിൽ നിന്നൊന്ന് വ്യത്യാസമായിരിക്കും. ഒരേപോലെയുള്ള ഒരു കാഷ്കാസ് അവർ പിന്നീട് ഒരെണ്ണം ചെയ്യില്ല. അഥവാ ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് ആ സെയിമിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് വേറെ ഏതെങ്കിലും ചെയ്തതേ ഉണ്ടാവുള്ളൂ. പിന്നെ കാഷ്കാസൊക്കെ എല്ലാം പഴയ സംഭവങ്ങളായിരിക്കും. അതായത് പഴയ സെഞ്ച്വറീസിൽ ഇവർ ഈ മൊനാസ്ട്രീസും ചർച്ചസും കണ്ടുപിടിച്ച് അന്നത്തെ കാലത്തുള്ളതാണ് ഈ കാഷ്കാസ് എല്ലാം. അല്ലാണ്ട് പുതിയതായിട്ട് ഇപ്പം അവർ ആക്കിയെടുത്ത സംഭവങ്ങളല്ല. പിന്നെ ആ മൊനാസ്ട്രീസിലേക്ക് കയറുന്നതിന് മുമ്പ് ഇതുപോലൊരു സ്റ്റോൺ ഉണ്ടായിരുന്നേ. അവിടെ എന്താണെന്ന് വെച്ചാൽ ആ സ്റ്റോണിലെല്ലാം ഓരോരോ കുഴികൾ കണ്ടോ. ഇതിൻ്റെ ഈ താഴെ കിടക്കുന്ന ഈ കല്ലെടുത്തിട്ട് മുകളിൽ കറക്റ്റ് ആ കുഴിയുടെ സെൻറ്ററിലേക്ക് നമ്മൾ കല്ലിടുവാണെങ്കിൽ നമ്മൾ എന്ത് കാര്യം വിഷ് ചെയ്യുന്നു ആ കാര്യം നടക്കും എന്നാണ് പറയുന്നത്. അത് അവരുടെ ഒരു വിശ്വാസം പോലെ. അങ്ങനെ അവിടെ വരുന്ന ആൾക്കാരെല്ലാം അങ്ങനെ ചെയ്യാറുണ്ട്. ഇതിപ്പം അത് കണ്ടിട്ട് ഇച്ചായനും പോയി അവിടുന്ന് കല്ലിട്ട് നോക്കുക. അതുപോലെ നമ്മൾ ഓരോരുത്തരും എൻ്റെ അടുത്തുനിന്ന് കല്ലിട്ട് നോക്കിയായിരുന്നു കേട്ടോ. ഈ ഒരു മൊനാസ്ട്രീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗഗാഡ് മൊനാസ്ട്രി എന്നാണ് ഇതിൻ്റെ പേര്. പക്ഷേ ഇതിന് ഫുൾ പേര് പറയുവാണെങ്കിൽ ഗഗർദവാങ് മൊനാസ്ട്രീസ് എന്നാണ് ഇതിൻ്റെ ഫുൾ നെയിം. അത് ഷോർട്ടാക്കി ഗഗാഡ് മൊനാസ്ട്രീസ് എന്ന് പറയുന്നതാണ്. ഈ മൊനാസ്ട്രി ശരിക്കും ഗ്രിഗറി ദ ഇലൂമിനേറ്റർ എന്ന് പറയുന്ന ഒരു അച്ഛൻ, അന്നത്തെ കാലത്തെ ഒരു പ്രീസ്റ്റായിരുന്നു. ആ പുള്ളിക്കാരനാണ് ഈ മൊനാസ്ട്രീസ് 4ാം നൂറ്റാണ്ടിൽ കണ്ടുപിടിച്ചതാണ്. പുള്ളിയാണ് ഇതിനെന്ന് മാത്രമല്ല ഹോൾ അർമേനിയനെ ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുന്നതും ഈ ഗ്രിഗറി ദ ഇലൂമിനേറ്ററിൻ്റെ ആ ഒരു പരിശ്രമത്തിലൂടെയാണ്. ശരിക്കും 4ാം നൂറ്റാണ്ട് എക്സാക്റ്റ് പറയുകയാണെങ്കിൽ AD 301 ക്രിസ്ത്യൻസ് അല്ലായിരുന്ന ഇവരെ ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർട്ടാക്കി ക്രിസ്ത്യാനിറ്റീനെ ഇവരുടെ കൺട്രിയുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള റിലീജിയനാക്കി കൺവേർട്ട് ആക്കാൻ വേണ്ടി ഇദ്ദേഹം ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഗ്രിഗറി ദ ഇലൂമിനേറ്റർ ഇവർക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാണ്. പിന്നെ ഈ മൊനാസ്ട്രിക്ക് ഗഗാഡ് മൊനാസ്ട്രി എന്ന് പേര് വരാനുള്ള ഒരു കാരണം ഇവരുടെ ഭാഷയിൽ ഗഗർദവാങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ ശരിക്കും പണ്ടത്തെ ഭടന്മാർ യൂസ് ചെയ്തിരുന്ന കുന്തത്തിൻ്റെ ആ മേലത്തെ ആ ഒരു പോയിൻറ്റഡ് ആയിട്ടുള്ള മെറ്റൽ പോർഷൻ ഉണ്ടല്ലോ, അതിന് അവരുടെ ഭാഷയിൽ പറയപ്പെടുന്നതാണ്. ഇത് ശരിക്കും യേശുക്രിസ്തുവിനെ കുത്തിയ കുന്തത്തിൻ്റെ ആ ഒരു പോർഷൻ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യനായിരുന്ന തദേവൂസ് ഇവിടെ കൊണ്ടുവന്ന് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ടാണ് ഇതിനെ ഗഗർദവാങ് മൊനാസ്ട്രി എന്ന് പറഞ്ഞ് അറിയപ്പെടുന്നത്. പക്ഷെ ഇപ്പോൾ അത് ഈ മൊനാസ്ട്രീസിലില്ല. പകരം അത് ഇവർ ഒരു മ്യൂസിയത്തിലേക്ക് അത് മാറ്റുകയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മളുണ്ടല്ലോ ഈ പള്ളിയുടെ, അതായത് ഈ മൊനാസ്ട്രീസിലുള്ള ഈ ഒരു ചർച്ചിൻ്റെ വാളിൽ നോക്കുകയാണ്, ഇതുപോലത്തെ കുറച്ച് സ്റ്റോൺസിൽ ഇങ്ങനെ കല്ല് ക്രോസിൽ കൊത്തി വെച്ചിട്ടുണ്ടാവും. അത് തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഇപ്പം ഈ ഒരു ക്രോസ് കൊത്തി വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ആ പള്ളിയുടെ റിനോവേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ആ പള്ളി പണിയാൻ വേണ്ടിയിട്ട് കൂടുതലായിട്ട് പൈസ ഡൊണേറ്റ് ചെയ്തതോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ വഴിയായിട്ട് ഡൊണേറ്റ് ചെയ്തിട്ടുള്ള സോഷ്യലി അറിയപ്പെടുന്ന ഏതെങ്കിലും ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ വന്ന് ചെയ്ത്, അപ്പോൾ അവരുടെ ആ ഒരു പ്രവൃത്തിനെ സൂചിപ്പിക്കാനാണ് ഈ കല്ല് സൂചിപ്പിക്കുന്നത്. അതായത് ഇങ്ങനെ ഈ ഭയങ്കര ഡെക്കറേറ്റീവ് ആയിട്ടുള്ള കല്ലുകൾ സൂചിപ്പിക്കുന്നത്, ക്രോസ് ഉള്ള കല്ലുകൾ സൂചിപ്പിക്കുന്നത്. അതേസമയം ഇവിടെ നോക്കുവാണെങ്കിൽ ചെറിയ ഒരു സാധാരണ നോർമൽ നമ്മൾ ക്രോസ് വരയ്ക്കൂലേ, അതുപോലത്തെ കുറച്ച് ക്രോസസ് കാണാം. ഇത് ശരിക്കും സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുണ്ടല്ലോ, അവർ എന്തെങ്കിലും പ്രേയേഴ്സിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ അവർ ചെയ്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ സാധാരണ കുരിശ്, അതിൽ ആ നടുക്കത്തെ വലിയ കുരിശ് സൂചിപ്പിക്കുന്ന ആ കുടുംബത്തിലെ മെയിനായിട്ടുള്ള ആൾക്കാരെയും അതിൻ്റെ ചുറ്റുമുള്ള ആ
ഓരോ ക്രോസിൻ്റെ ആ സൈഡിലെ പോർഷൻസിൽ ചെറിയ ചെറിയ ക്രോസ് കണ്ടില്ലേ, അത് ശരിക്കും ആ വീട്ടിലെ മക്കളോ അല്ലെങ്കിൽ ഭാര്യയോ അങ്ങനെയൊക്കെ ആൾക്കാരെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് അങ്ങനെയുള്ളതാണ് ഈ ഒരു ക്രോസ്. പിന്നെ നമുക്ക് പള്ളിയുടെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ മെയിനായിട്ടുള്ള നമ്മളുടെ സാധാരണ ഇപ്പോൾ ഇവിടെയൊക്കെ ഉള്ള പള്ളിയിലാണെങ്കിൽ കയറുന്നപാട് നമുക്ക് അൾത്താര കാണാമല്ലോ. ഇതങ്ങനെയല്ല, അതിന് മുന്നേ ഒരു സെക്ഷനുണ്ട്. ഇതാണ് ആ ഒരു റൂം. ഇത് ശരിക്കും ക്രിസ്ത്യാനികളല്ലാത്ത സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ പ്രാർത്ഥിക്കാൻ വേണ്ടി കയറുമ്പം അവർക്ക് ഇരിക്കാനുള്ളൊരു സെറ്റപ്പുള്ളൊരു സ്ഥലമാണ്. ഇവിടെ ശരിക്കും ക്രിസ്ത്യാനികളല്ലാത്തവർക്ക് ഇരിക്കാനും ഇവിടുന്ന് ഉള്ളിലേക്ക് ക്രിസ്ത്യാനികളായിട്ടുള്ളവർക്ക് മാത്രമേ അൾത്താരയുടെ പോർഷനിലേക്ക് കയറി ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള പെർമിഷനുള്ളൂ. പിന്നെ അതിൻ്റെ ഫ്ലോറിലുണ്ടല്ലോ, ഇപ്പോൾ ഇത് കണ്ടോ, ഒരു തലയും ബോഡിയൊക്കെ ഉള്ള പോലത്തെ ഒരു ചിത്രം പോലെ ഇതിൽ വരച്ച് വെച്ചിട്ടില്ലേ. ഇത് ശരിക്കും എന്നാന്ന് വെച്ചാൽ ഇങ്ങനെ കാണുന്ന കല്ലിൻ്റെ അടിയിൽ ആരെങ്കിലും അടക്കിയിട്ടുണ്ടാവും. അത് ഇങ്ങനെ കോമൺ ആയിട്ട് ആൾക്കാർ നടക്കുന്നിടത്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള കാരണം എന്നാന്ന് വെച്ചാൽ അവർക്ക് അവർ ചെയ്ത പാപങ്ങൾ അവരുടെ മേലെ ക്രിസ്ത്യാനികളുള്ള ആൾക്കാർ നടക്കുമ്പം അത് കുറേ കുറഞ്ഞു കിട്ടും എന്നാണ് അവരുടെ വിശ്വാസം. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഈ ആൾക്കാർ ചവിട്ടുന്നിടത്ത് ഇവരിങ്ങനെ അടക്കിയിരിക്കുന്നത്. പിന്നെ ഇങ്ങനെ അടക്കിയിരിക്കുന്നത് മെയിനായിട്ട് ആ ചർച്ചിൽ സർവീസ് ചെയ്തിട്ടുള്ള ആരെങ്കിലും ആയിരിക്കും കേട്ടോ. പിന്നെ ഈ ചർച്ചിൻ്റെ ഉള്ളിൽ തന്നെ ഇതുപോലെ നാച്ചുറലായിട്ട് വരുന്ന ഒരു അരുവിയുണ്ട്. ഈ അരുവി എന്ന് പറയുന്നത് അവിടെ കല്ലുകളിൽ നിന്ന് തന്നെ അതിൻ്റെ ഇടയ്ക്ക് നിന്ന് വരുന്ന വെള്ളമാണ്. പിന്നെ ഈ വെള്ളം അവരെ വിശുദ്ധമായിട്ടാണ് കണക്കാക്കുന്നത്. കാരണം ആ വെള്ളത്തിന് രോഗത്തെ പ്രതിരോധിക്കാനുള്ള ശക്തിയുണ്ടെന്നൊക്കെ, അതൊക്കെ അവരുടെ ഓരോ വിശ്വാസങ്ങളാണ്. ഈ വെള്ളം എടുത്തു കൊണ്ടുപോയി അവരങ്ങനെ നമ്മൾ വിശുദ്ധജലം യൂസ് ചെയ്യുന്ന പോലെ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഇവിടെയൊക്കെ അങ്ങനെ വെട്ടമില്ലാത്തൊരു സ്ഥലമാണ്, അതുകൊണ്ടാണ് കേട്ടോ കൂടുതലും ഇരുട്ടായിട്ട് കാണുന്നത്. പിന്നെ അവിടെ നിന്ന് നേരെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ അൾത്താരയിൽ ഇവിടെ മാതാവിൻ്റെ, അതായത് മദർ മേരീൻ്റെ ഫോട്ടോയും പിന്നെ ഈശോയിനെ ഹോൾഡ് ചെയ്തിട്ടുള്ള മാതാവിൻ്റെ ഒരു ഫോട്ടോയാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഈ ഒരു സഭാവിഭാഗം ഉണ്ടല്ലോ, ഇത് ഈ യാക്കോബൻ സഭാവിഭാഗമില്ലേ നമ്മളുടെ ഇവിടെയൊക്കെ ഉള്ളത്, ആ ഒരു ഇതിലാണ് ഇവർ ഫോളോ ചെയ്തു വരുന്നത്. പിന്നെ സാധാരണ ചേർച്ചിലെ പോലെ അത്യാവശ്യം കുറച്ച് രൂപങ്ങളും പടങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഇതാണ് തദേവൂസിൻ്റെ ഫോട്ടോ. ആ കയ്യിൽ ഉയർത്തി പിടിച്ചിരിക്കുന്നതുണ്ടോ, ആ ഒരു ടൂളാണ് തദേവൂസ് ഇവിടെ വന്നപ്പോൾ കൊണ്ടുവന്നതും ഈ ചർച്ചിൽ സ്ഥാപിച്ചിരുന്നതും. പക്ഷെ പിന്നീട് അതെടുത്ത് അവർ ഇവരുടെ മ്യൂസിയത്തിലേക്ക് ചേഞ്ച് ആക്കുക ചെയ്തത്. അതുപോലെ ചർച്ചിലെല്ലാം നോക്കുകയാണെങ്കിൽ ഒരുപാട് ചുമരെഴുത്തുകൾ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അത് ഇവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് എന്താണെന്നുള്ളത്. Armenian letter R and then Armenian letter M again on this letter like this, it's the letter M. Then Armenian letter A and then N, right? The point from here. We can say that in one letter we write the whole word. That's why in whole Amen word that I write only in one, only from here. ഇങ്ങനെയുള്ള ഇൻസ്ക്രിപ്ഷൻസ് ഇവരെന്തിനു യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ചർച്ചിനെ കുറിച്ചും അതിൻ്റെ ഹിസ്റ്റോറിക്കും അതുപോലെ ഇമ്പോർട്ടൻസും ആയിട്ടുള്ള കാര്യങ്ങൾ അവിടുത്തെ ആൾക്കാർക്ക് മാത്രം മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ എഴുതുന്നത്. ആ ഒരു സിംഗിൾ ലെറ്ററിൽ തന്നെ ഒരു വേർഡേ ഉണ്ടാവും. മെയിനായിട്ടും ഈ ചർച്ച് എർത്ത്ക്വേക്സിൽ മാത്രം നശിച്ചതൊന്നും ആയിരിക്കില്ല, ഇവരുടെ എനിമീസും അങ്ങനെയൊക്കെ ഉള്ളവർ നശിപ്പിച്ചിട്ടുണ്ടാവും. അപ്പം അവർക്ക് പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിൽ ഇവരത് അവിടെ എഴുതി വെച്ചതാണ്. പിന്നെ ഈ മൊണാസ്ട്രീസിൽ മെയിനായിട്ടുള്ളതാണ് ഈ ഒരു മലയിൽ കുറേ ഗുഹകളുണ്ട്. ഇതിൻ്റെ അകത്ത് ഇരുന്നിട്ടാണ് ഇവർ പ്രാർത്ഥനകൾ നടത്തിയിരുന്നത്. അതായത് ഇപ്പോഴല്ല, പണ്ട് കാലത്ത്. അപ്പം അന്ന് അവർക്ക് ധ്യാനിക്കാൻ വേണ്ടി അന്നത്തെ ആൾക്കാർ കണ്ടുപിടിച്ചിരുന്ന അവർ ഇരുന്ന് സ്വസ്ഥമായിട്ട് ആരുടെയും ശല്യങ്ങളില്ലാണ്ട് ഇരുന്ന് ധ്യാനിക്കാൻ പറ്റിയ രീതിയിൽ അവർ താമസിച്ചിരുന്ന സ്ഥലങ്ങളാണ് ഈ കാണുന്നത്. അതുകൂടാണ്ട് ആ നൂറ്റാണ്ടിൽ ഇവർ പഠിക്കാൻ വേണ്ടിയിട്ട് സ്റ്റഡീസ് എല്ലാം ചർച്ചുകളിൽ നിന്നായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. അതായത് നമ്മളാണേലും പണ്ട് പള്ളിക്കൂടം പറയൂലേ, അതിനൊക്കെ ആയിട്ടാണ് ഇത് യൂസ് ചെയ്തിരുന്നത്. അടുത്തൊരു വ്യൂ പോയിൻ്റ് ആയിരുന്നു ഇത്. ശരിക്കും ആർച്ചാറൻസ് എന്ന് പറയുന്ന ഒരു വ്യൂ പോയിൻ്റാണ്. ഇവിടുന്ന് നോക്കിയാൽ മൗണ്ട് അറാറത്ത്
നല്ലൊരു വ്യൂ ആയിട്ട് കാണാം. അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു പോയിന്റിൽ നിർത്തിയത്. പിന്നെ ഇതിൻ്റെ പുറകിൽ വേറൊരു സ്റ്റോറി ഉള്ളത് എന്നാന്ന് വെച്ചാൽ ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോകുന്ന റോഡ്, അതായത് ഗാർണി, ഗഗാൻ മൊനാസ്ട്രി, യറവൻ, ആ ഒരു റോഡ് പണിതുകൊണ്ടിരുന്ന അതിൻ്റെ ആർക്കിടെക്ചർ ഉണ്ടല്ലോ, പുള്ളിക്കാരൻ അവിടുന്ന് വിശ്രമിക്കാൻ വേണ്ടിയിട്ട് ഹിൽസിൻ്റെ മേലേക്ക് പോയപ്പോഴത്തേക്കും അവിടെ മൗണ്ട് അറാറത്തിന് നല്ലൊരു വ്യൂ കണ്ടു. ആ വ്യൂ കണ്ടപ്പോൾ അവിടെ ഇങ്ങനെ ഒരു ആർച്ച് പണിത് ഇവരുടെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു റൈറ്ററുണ്ട്, പുള്ളിക്കാരന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തതാണ് ഈ ഒരു ആർച്ച് ചാരൻസ്. പിന്നെ ഇത്രയുള്ളായിരുന്നു ഇന്നത്തെ നമ്മളുടെ ടൂർ എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ നമ്മൾ തിരിച്ച് റൂമിൽ പോയി. പിന്നെ അങ്ങോട്ട് ഡിന്നർ കഴിക്കാൻ പുറത്തു, അതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. അപ്പം ഇതൊക്കെയായിരുന്നു ഇന്നത്തെ നമ്മളുടെ വിശേഷം. വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.